പ്രണയം. അലസമായി തുറന്നിട്ടിരിക്കുന്ന വാതിലൂടെ അറിയാതെ പ്രണയം കടന്നു വരും. പ്രണയം ഈസ് എൻഡ്ലെസ്. I found the story very, very interesting. Then I googled Mr. Blessy and I discovered the kind of work that he has done. Then, of course, Mohanlal is there and Jayaprada is there, so I thought it's a great cast. But I must say, after I have come and almost finished the film now, I think Blessy is one of the finest directors that I have worked with. Every breath of our character, every shot of our character is breathing, and it's full of life. I feel that it is a wonderful meaning of Pranayam. മനോഹരമായി ജീവിക്കണം എന്നൊരു ആശയത്തോട് കൂടി ജീവിക്കുന്ന ആളാണ് മാത്യൂസ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റണമെങ്കിൽ വളരെയധികം പ്രണയമുള്ള ഒരാൾക്കേ പറ്റുള്ളൂ. പ്രണയം ആദ്യം നമ്മുടെ ജീവിതത്തോട് വല്ലാത്തൊരു പ്രണയം തോന്നുമ്പോഴാണ് ഏറ്റവും മനോഹരമായി ജീവിക്കാൻ തോന്നുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ് മാത്യൂസ്. അപ്പോൾ അത് സിനിമ കാണുമ്പോഴാണ് കൂടുതൽ മനസ്സിലാകുന്നത്. ഒരു പക്ഷേ എൻ്റെ അടുത്ത് ബ്ലെസ്സി പറഞ്ഞു, ഈ സിനിമയുടെ കഥ ഞാൻ ONV സാറിനോട് പറഞ്ഞു. ONV കുറുപ്പ് സാറാണ് പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. അത് ആ കഥ കേട്ട് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഇത്രയും സ്നേഹസമ്പന്നനായ അല്ലെങ്കിൽ ഇത്രയും ജീവിതത്തെ ഇത്ര മനോഹരമായിട്ട് കാണുന്നൊരു കഥാപാത്രത്തെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല മാത്യൂസിനെ പോലെ. അദ്ദേഹം ശരിക്കൊരാണാണ്. പലപ്പോഴും പ്രണയവും പ്രേമവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ശരിക്കും ഒരു പുരുഷനൊരു സ്ത്രീയോട് തോന്നുന്ന ഇഷ്ടത്തിനെ പലപ്പോഴും, അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് മുമ്പ് വരെ അതിനെ പ്രേമം എന്ന് വേണമെങ്കിൽ പറയാം. പ്രണയം ഈ പ്രേമത്തിനും സ്നേഹത്തിനും അപ്പുറത്തേക്ക് എത്തി നിൽക്കുന്ന ഒരു വികാരമാണ്. അതിന് ഉള്ളിൽ ഒരു വലിയൊരു ഒന്നിനോട് ചേരുവാൻ അല്ലെങ്കിൽ എത്തുവാൻ, ഒന്നിലേക്ക് ആകുവാനൊക്കെ ആയിട്ടുള്ള വലിയൊരു ആഗ്രഹം, അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ഒരു, പറഞ്ഞാൽ നമുക്ക് വാക്കുകളിൽ തീർക്കാൻ പറ്റാത്ത വലിയൊരു ആവേശം ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയുടെയാണ് പ്രണയം എന്ന് പറയുന്നത്. ഫ്രേഗ്രൻ്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസിൻ്റെ ബാനർ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഫിലിം വെഞ്ചറാണ് പ്രണയം. ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ എന്നീ നിലകളിൽ ഇന്ത്യയിലും ദുബൈയിലും ബിസിനസ് ചെയ്യുന്ന ഞങ്ങൾക്ക് സിനിമയെ വേറൊരു ബിസിനസ് വെഞ്ചറായി കാണാൻ ഇഷ്ടമില്ല. ആ ഒരു പോയിന്റിലാണ് ബ്ലെസ്സി എന്ന ഡയറക്ടറുടെ പ്രശസ്തി. എന്നും ആർക്കും സംഭവിക്കാൻ പറ്റുന്ന ഒരു ഇമോഷൻ, ആൻഡ് ജീവിതം മുഴുവൻ ത്രൂ ഔട്ട് ലൈഫ് ഈ ഒരു ഇമോഷൻ വിൽ ബി ദെയർ ഇൻ സം ഫോം ഓഫ് ദി അതർ. പ്രണയം എന്ന് പറഞ്ഞ ഒരു യുണീക്ക് കൈൻഡ് ഓഫ് എ ലവ് സ്റ്റോറിയാണ്, വേർ ഒരു ഡിഫറെൻറ്റ് ഡൈമെൻഷൻ ഓഫ് ലവ് ആണ് ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ നമ്മളിപ്പം പ്രായമുള്ളവരുടെ ഒരു പ്രേമം കാണാൻ അത് ചിലപ്പോൾ വിഷ്വലിലായിരിക്കും ചിലപ്പോൾ അത് ആൾക്കാരിലോട്ട് എത്തുക. അപ്പോൾ ഒരു പ്രായമുള്ളവർ തമ്മിൽ ഈ പ്രേമത്തെ പറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻസ് അവർ കൈമാറുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചേക്കുന്നത്. ഇപ്പോൾ വളരെ ഇപ്പം നാച്ചുറൽ ലൈറ്റ്സ് ആണെങ്കിലും കൃത്യമായ ഒരു ലൈറ്റിംഗ് കണ്ടിന്യൂറ്റിയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്.
ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഒരു ഫിലിമായിരിക്കും. അതായത് നമ്മൾ ചിലപ്പോൾ നമ്മൾക്കത് അനുഭവിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ പലരുടെയും ജീവിതത്തിൽ ഇത് വന്നു പോയിട്ടുണ്ടാവാം, പലരും അനുഭവിച്ച് തീർന്നിട്ടുണ്ടാവും. ചെറുപ്പക്കാരുടെ ഇടയിലാണ് മാത്രമാണ് പ്രണയം എന്ന് ആൾക്കാർ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാർ ഉണ്ടാകും. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഈ ഒരു പടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പറഞ്ഞാൽ പ്രായമായതിന് ശേഷം ഉണ്ടാകുന്ന പ്രണയത്തിൻ്റെ വികാരം കാണിക്കുന്ന ഒരു സിനിമയാണ് ബ്ലെസ്സി സാറിൻ്റെ പ്രണയം. ഒരാണും പെണ്ണും എപ്പോഴും അവർ ഒരുമിച്ചാണെങ്കിൽ ദാറ്റ് ഈസ് ലവ്. ബട്ട് അത് നമ്മളിവിടെ ബ്രേക്ക് ചെയ്യാണ്. ബിക്കോസ് ഈ അരുണും മേക്കയും ഈ മൂവി ത്രൂ ഔട്ട് ഇൻഡിക്കേഷൻസ് ഉണ്ടാവാം ദാറ്റ് ദർ ഇസ് സംതിങ് ബിറ്റ്വീൻ ദം, ഒരു സ്പാർക്ക് ഉണ്ടാവാം. പക്ഷേ ദി ആർ സ്റ്റിൽ ബെസ്റ്റ് ഫ്രണ്ട്സ്. ആൻഡ് ആരെങ്കിലും ചോദിച്ചാൽ തന്നെ അവർ പറയുന്ന ഒരു സ്റ്റേജ് വരാൻ സാധ്യത ഉണ്ടാവാം, ലൈക്ക് ഒരു കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ പേരൻസിനെ അറിയിക്കാമെന്നാണ് എല്ലാ സ്ഥലത്തും മേക്ക പറയുന്നത്. നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ, നമ്മളെ പ്രഷറൈസ് ചെയ്യുന്ന കാര്യങ്ങൾ കുറേ തലങ്ങളിലാണ് പുള്ളി അത് എന്നെ ഡീൽ ചെയ്തിരിക്കുന്നത്. ഐ തോട്ട് ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. പ്രണയം എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ തിങ്, ലവ്, അതിനെ ഈ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആക്ച്വലി ഐ നെവർ തോട്ട്. ഈ സിനിമയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഗ്രേസ് എന്നാണ്. ജയാൻറ്റിയുടെ ക്യാരക്ടറിൻ്റെ പേരും ഗ്രേസ് എന്നാണ്. അപ്പം ഞാൻ ആൻറ്റിയുടെ ഫ്ലാഷ് ബാക്ക് കുട്ടിക്കാലത്തെ റോളാണ് ചെയ്യുന്നത്. പിന്നെ ഈ ക്യാരക്ടറിനെ പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രോ തൊട്ട് ജയാൻറ്റിയുടെ ഓരോരോ പെർട്ടിക്കുലർ ഈ സീൻസൊക്കെ വരുമ്പോൾ ലൈക്ക് ഫ്ലാഷ് ബാക്കിൽ തിങ്ക് ചെയ്ത് നോക്കുമ്പോൾ ലൈക്ക് ആൻറ്റി ചെറിയ വയസ്സിൽ എന്തൊക്കെ നടന്നു എന്ന് തിങ്ക് ചെയ്ത് ഓർക്കുമ്പോൾ വരുന്ന ഒരു പോർഷൻസൊക്കെയാണ്. ബ്ലെസ്സി സാർ എന്നെയും അനുപം സാറിനെ വെച്ചിട്ട് ഒരു റിസർച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ചീക്സ്, അതുപോലെ തന്നെ സ്മൈൽ, ഈ മോണയുടെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ പല്ലിൻ്റെ ഡിസൈൻ വരെ ബ്ലെസ്സി സാറ് ശ്രദ്ധിച്ചിട്ട് അനുപം സാറിൻ്റെ പല്ലിൻ്റെ ഡിസൈൻ മാച്ച് ചെയ്യാനായിട്ടൊരു പ്രത്യേകമായിട്ടൊരു പല്ല് ഒക്കെ ഉണ്ടാക്കിച്ചു. അങ്ങനെയൊക്കെ അത്രയും ഡീറ്റെയിൽഡായിട്ടാണ് ആ ഒരു അപ്പിയറൻസിൽ ബ്ലെസ്സി സാറ് ചെയ്തത്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഫോട്ടോ വെച്ച് ബീച്ചിൽ ഒരു കടലിലേക്ക് നീങ്ങി നിൽക്കുന്ന കടൽപ്പാലം പറഞ്ഞ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിംഗ് അവിടെ നടക്കുന്നു. പിന്നെ ഒരു ദിവസം പിറ്റേ ദിവസം ഷൂട്ടിംഗ് ഇല്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും അവിടുത്തെ സ്ഥിതി എന്ന് അറിയാനായിട്ട് ഞാൻ ഇടയ്ക്ക് രാവിലെയും വൈകിട്ടും ഒന്ന് പോകുമായിരുന്നു. അവിടെ ആൾക്കാർ കയറി കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ആ സമയത്ത് ഞാൻ കാണുന്നു ഒരു 4-5 വിദേശികൾ കൊണ്ടുവന്ന് അവിടുത്തെ ലോക്കൽ ഗൈഡ് പറഞ്ഞു കൊടുക്കുന്നു, ഇത് പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ച പാലമാണ് എന്ന് വലിയ കാര്യത്തിൽ പറഞ്ഞു കൊടുക്കുക. അവർ ഭയങ്കര വിശ്വസിച്ചിട്ട് അതൊക്കെ ഫോട്ടോ എടുത്തിട്ട് എങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം അവൻ പറഞ്ഞത് ഭയങ്കര കള്ളാണെങ്കിലും അങ്ങനെ പറയാൻ തോന്നുകയും അവർക്ക് വിശ്വസിക്കും എന്നുള്ള തോന്നലുകൊണ്ടാണല്ലോ അവർ പറഞ്ഞത്. അവരെ വിശ്വസിക്കുകയും ചെയ്തു. ആ വലിയ കാര്യത്തിൽ ഭയങ്കര എല്ലാ ഏരിയയും പോയി ഭയങ്കര ഫോട്ടോ എടുക്കുകയും ചെയ്തു. Love is in everything and is everywhere, but you need to find it in the right place and in the right way. പറയാതെ പെയ്യുന്ന പെരുമഴയാണ് പ്രണയം. മനസ്സിനെ ഉണർത്തുന്നത് എന്തോ അതാണ് പ്രണയം. ഗോഡ് ഈസ് ലവ്. പ്രണയം ദൈവികമാണ്. പറയാൻ ബാക്കി വെച്ച ഒന്നാണ് പ്രണയം. അലസമായി തുറന്നു കിടക്കുന്ന വാതിലിലൂടെയാണ് പ്രണയം അറിയാതെ കടന്നു വരുന്നത്. പ്രണയം ഈസ് എൻഡ്ലെസ്.